1 തെസ്സലോനിക്കർ അധ്യായം 5. സഹോദരരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ ദിവസം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. സമാധാനം, സുരക്ഷിതത്വം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന എന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. ഒഴിഞ്ഞു മാറുവാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടികൂടുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കോ ഇരുട്ടിനോ ഉള്ളവരല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ നമുക്ക് ജാഗ്രതയും സംയമവും പാലിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് നമുക്ക് സുബോധത്തോടെ ജീവിക്കാം. ദൈവം നമ്മെ ക്രോധത്തിനല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കാണ് നിയമിച്ചിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചത് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിനാണ്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിക്കുകയും ആത്മീയ വർധന വരുത്തുകയും ചെയ്യുവിൻ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ അധ്വാനം നിമിത്തം അവരെ സ്നേഹത്തോടെ അത്യന്തം ആദരിക്കുവിൻ. പരസ്പരം സമാധാനത്തോടെ ജീവിക്കുവിൻ. സഹോദരരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അലസരെ ശാസിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. ആത്മാവിന്റെ അഗ്നി കെടുത്തരുത്, പ്രവചനം അലക്ഷ്യമാക്കരുത്. സകലതും സശ്രദ്ധം പരിശോധിച്ച് നല്ലത് മുറുകെ പിടിക്കുക. എല്ലാവിധ ദോഷവും വിട്ടകലുക. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ സമ്പൂർണമായി ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തികച്ചും അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പരിപാലിക്കപ്പെടട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അത് നിറവേറ്റും. സഹോദരരെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. ഈ ലേഖനം എല്ലാ സഹോദരരെയും വായിച്ചു കേൾപ്പിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.